രാവിലെ തന്നെ ഇതാരാ ഉറക്കം കളയാനായിട്ട്? ഹലോ, എടാ നീയോ? ആ ഓക്കേടാ. ആരാടാ ജിമിനെ വിളിച്ചത്? പറഞ്ഞു തരാം. ആ പൂച്ച എവിടെ? ഡോ പൂച്ച, മതി ഉറങ്ങിയത്, എണീറ്റേ. എന്റെ ഉറക്കം കളയണമെന്ന് നീ വല്ല നേർച്ച ഇട്ടിട്ടുണ്ടോ? എന്നും എന്റെ ഉറക്കം കളയുമല്ലോ നീ. അതെ, ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറിനെ പറ്റി നിങ്ങളോട് പറഞ്ഞില്ലേ? ഇന്നു മുതൽ അവനും ഇവിടെ കാണും. അതുകൊണ്ട് നിങ്ങളുടെ കൂതറ സ്വഭാവം ഒന്നും അവന്റെ അടുത്ത് എടുത്തേക്കരുത്. അടങ്ങിയിരുന്നോണം രണ്ടും. നമ്മളപ്പോ കൂതറകളെന്നാണോ നീ പറയുന്നേ? നിനക്ക് നമ്മളിപ്പോ കൂതറകളായി അല്ലേടാ? ഓവർ റിയാക്ഷൻ നിർത്തിയിട്ട് രണ്ടും കയറിപ്പോയേ. ജോലിക്ക് പോണ്ടേ? ഏറ്റില്ലടാ എങ്കിൽ നമുക്ക് പോവാം. ഡാ ജിമ്മിച്ച, എടാ ആദ്യം എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നീ ആളാകെ അങ്ങ് മാറിയല്ലോ. ജിമ്മിച്ചന് ഒരു മാറ്റവും ഇല്ല. ഈ ഇടയായിട്ട് എത്ര ഉറങ്ങിയിട്ടും ക്ഷീണം മാറുന്നില്ലല്ലോ. ഒന്ന് ജിമിനെ കണ്ടിട്ട് വരാം. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടാ. നിനക്കപ്പോ വേറെ ഡിങ്കോൾഫി ഉണ്ടായിരുന്നോ? ഞാനിതെങ്ങനെ സഹിക്കും? ചതിച്ചെന്നു? അപ്പൊ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? സത്യം പറയിച്ചായ? ഞങ്ങൾ തമ്മിൽ 2 വർഷമായിട്ട് റിലേഷനിലാണ്. ആ തേങ്ങ. എടാ പൊട്ട, ഇതെന്റെ കസിൻ ബ്രദർ. സോറി ഗൈസ്, യു കണ്ടിന്യൂ. ഞാൻ ഒന്ന് പോയി ഉറങ്ങട്ടെ. എടോ കള്ളപ്പൂച്ചെ, തനിക്കുള്ളത് ഞാൻ തരാം. അയാള് പറഞ്ഞതൊക്കെ സത്യമാണോ? എടാ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സെറ്റായി പോയതാ. അതിനെപ്പറ്റി ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞുതരാം. ജിമ്മിച്ചന് പറ്റിയ ആളെ തന്നെയാ കിട്ടിയത്. അല്ല, ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ണൻ എവിടെ? കണ്ണനും ഞങ്ങളുടെ കൂടെ തന്നെയാ നിൽക്കുന്നത്. അവനൊന്ന് ഓവർ ടൈം വർക്കുണ്ട്, അതാണ് ഇവിടെ കാണാത്തത്. പിന്നെ നീ കണ്ണനെ വെറുതെ ചൊറിയാനൊന്നും പോയേക്കരുത്. അവനൊരു പാവമാണ്. ഞാൻ ആരെയും ചൊറിയാനൊന്നും പോകുന്നില്ല. ഞാൻ എന്നാലും പോയി ഫ്രഷ് ആയിട്ട് വരാം. ബോറടിച്ചിട്ട് വയ്യല്ലോ. ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഇവന്മാർക്ക് വൃത്തിയില്ലെങ്കിലും വീടൊക്കെ നല്ല ക്ലീനായി കിടപ്പുണ്ട്. അതാരുടെ മുറിയാ? ഒന്ന് കയറി നോക്കിയേക്കാം. കണ്ണൻ. അവനേതാ? അവനെന്തിനാ എന്നെ ടച്ച് ചെയ്തേ? അയാൾ എന്നെ കണ്ടിട്ടുണ്ടാവോ? കണ്ടായിപ്പോ എന്താ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കാതെ ഓരോന്ന് ഓവർ തിങ്ക് ചെയ്യാതെ. എല്ലാരും വാ, നമുക്ക് ഫുഡ് കഴിക്കാം. യോങ്കിച്ച, കണ്ണനെ കൂടെ വിളിച്ചിട്ട് വാ. വേണ്ടടാ, ഞാൻ വന്നു. എടാ, ഇവനെ പറ്റിയാ ഞാൻ പറഞ്ഞേ. ഇതാദി, എന്റെ കസിൻ ബ്രദറാണ്. അപ്പൊ ഇവനാണല്ലേ അത്? നിനക്കുള്ളത് ഞാൻ തരാടാ. ആ നോട്ടം അത്ര ശരിയല്ലല്ലോ. മൈൻഡ് ആക്കാണ്ടിരിക്കോ, അതാ നല്ലത്. ഇയാളെന്തിനാ എന്നെ നോക്കുന്നത്? സ്വന്തം ഫുഡ് നോക്കി തിന്നടോ മരപ്പട്ടി. ആദിക്കപ്പോ ഇവിടെ എന്താ പ്ലാൻ? ജോലി നോക്കുവാണോ അതോ പഠിക്കാനാണോ? ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും അല്ല. നാട്ടിൽ നിന്ന് കുറച്ചു ദിവസം മാറി നിൽക്കാൻ തോന്നി, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. ചുരുക്കി പറഞ്ഞ എന്നെ എല്ലാവരുടെ കെട്ടിച്ചതാ. എത്രയെന്ന് വെച്ചാൽ ആൾക്കാർ സഹിക്കുന്നത്. അവർക്കെന്തായാലും ബോധമുണ്ട്. അവസരം കിട്ടിയപ്പോ കയറി ഗോൾ അടിക്കുക, കള്ളക്കടവ. ഇപ്പൊ നിങ്ങൾ തമ്മിലായോ ഓടക്ക്? മതി മതി, എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കേ. നേരം വെളുത്തോ? ഈ ജിമ്മിച്ചനത് എവിടെ പോയേക്കുക? എല്ലാരും കൂടെ ഇവിടെ എന്താ പണി? ഞങ്ങളിവിടെ വാഴ നടുവാ. നിനക്കെന്താ കണ്ണില്ലേ? ഓ, ഒന്നും മിണ്ടായിരുന്നോണം. രാവിലെ തന്നെ 2 തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇവിടെ വന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ജിമ്മിച്ച, ഇതൊരു മധുരം കൂടുതലാണ്. എവിടെ, ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല പായസം. പുതിയ റെസിപ്പിയാണോ? എടാ പൊട്ടന്മാരെ, ഇത് സാമ്പാറാണ്, സാമ്പാർ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ദൈവമേ, പിന്നെ മാറിപ്പോയെന്നാ തോന്നുന്നേ. എടോ കണ്ടും പൂച്ചേ, തന്നോട് ഉപ്പിടാൻ പറഞ്ഞപ്പോ ഷുഗറിന്റെ ടിന്നിൽ എന്തിനാ താൻ ഉപ്പിട്ട് വെച്ചേ? അപ്പൊ ഷുഗർ എന്തേ? അത് ചിലപ്പോ ഉപ്പിന്റെ ടിന്നിൽ കാണും. ദൈവമേ, ചായയിൽ ഞാനിപ്പോ ഉപ്പാണല്ലോ ഇട്ടത്. നിക്കടോ അവിടെ, തനിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. എടാ, ഒരു തെറ്റ് പറ്റിപ്പോയതാ, എന്നെ ഒന്ന് വിട്ടേക്ക്. തന്നെ ഞാൻ വിടാടോ, അവിടെ നിക്കടോ. ആരേലും ഓടി വരണേ, എന്നെ ഈ പിശാച് കൊല്ലാൻ വരുന്നേ.
ഈ യുങ്കിച്ചന്റെ ഒരു കാര്യം നോക്കി ചിരിച്ചോണ്ട് നിൽക്കാതെ ബാക്കി പണിയെടുക്ക്. തമ്പി തന്റെ കാര്യം നോക്ക്. എന്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം. താനെന്നൊന്നും നീ എന്നെ വിളിക്കണ്ട. ഞാൻ നിന്റെ ഒന്ന് മൂത്തതാണ്. അതിനുള്ള റെസ്പെക്ട് എനിക്ക് വേണം. റെസ്പെക്ട് ചെയ്യാൻ പറ്റിയൊരു മുതല് എന്നോട് മാത്രമല്ല നിനക്ക് ഇത്രയും പ്രശ്നമുള്ളൂ. അവരെയൊക്കെ ഇച്ചായെന്ന് വിളിക്കുന്നില്ലേ? അതുപോലെ എന്നെയും വിളിച്ചാൽ മതി. അതിനവരെ പോലെ അല്ലല്ലോ ഞാൻ നിന്നെ കാണുന്നേ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല കണ്ണാ. ഡോണ്ട് കോൾ മീ ലൈക്ക് ദാറ്റ്. കണ്ണാ, നിന്നോടല്ലേ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞത്. ഞാനിനി അങ്ങനെ തന്നെ വിളിക്കും. നിനക്ക് വേണ്ടെങ്കിൽ നീ വിളി കേൾക്കണ്ട. ബൈ കണ്ണാ. ബാസ്റ്റഡ്, അവൻ എന്തേലും കാണിക്കട്ടെ. ഓ, എങ്ങനെയും രക്ഷപ്പെട്ടു. അല്ല, നീ എന്താടാ എവിടെ? ഇത് ചെയ്താൽ ജിമ്മിന് എനിക്ക് മന്തി വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്നെക്കാട്ടിയും വലുത് മന്തിയാണെന്ന് നിനക്ക് അറിയില്ലേ യോങ്കി? വിടടാ പട്ടി, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? സോറിയുടെ അളിയാ, എനിക്കിത് ചെയ്തേ പറ്റൂ. ഡാ ജിമ്മിനെ, ഇന്നാ നിന്റെ കണ്ടം പൂച്ച. ഓ, ഇതിന് കിട്ടിയോ? മോൻ ഇത് മുഴുവനും കഴിച്ചിട്ട് എണീറ്റാ മതി. എടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാടാ, ഒന്ന് ക്ഷമിച്ചേക്ക്. എടാ, ഈ പായസം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അതാണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ താൻ ഒരു പഴവും പപ്പടവും കൂട്ടി കുഴച്ച് കഴിക്കടോ. താൻ ഒറ്റ ഒരാള് കാരണമാണ് ഞാൻ സാമ്പാറിൽ പഞ്ചസാര ഇട്ടെ. മിണ്ടരുത്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യൂലടാ, ഒന്ന് ക്ഷമിച്ചേക്ക് പ്ലീസ്. ശരി, എണീറ്റ് പോ. പോയി റെഡിയാവോ. ഇനി എങ്ങാനും ഇതുപോലെ വല്ലതും കണ്ടാലാണ് തന്നെ ഞാൻ കൊന്നു കളയും. എടാ ആദ്യം സോറിടാ, ഫുഡ് മുഴുവനും വേസ്റ്റായി. ഞങ്ങൾ ഇപ്പൊ കഫേയിൽ നിന്ന് കഴിച്ചോളാം. നീ ഓർഡർ ആക്കി കഴിക്കുവോ? നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? അത് കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചോളാം. എടാ, പോകാൻ ടൈമായി, വേഗം വാ. അപ്പൊ ശരിടാ, ഞങ്ങൾ പോയിട്ട് വരാം. ആദ്യം നീ എന്തിനാ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നേ? ഞങ്ങളും കൂടെ വന്നിട്ട് ചെയ്താൽ പോരായിരുന്നു? എനിക്കിവിടെ ഇരുന്ന് നല്ല ബോറടിച്ചിട്ട് ഞാൻ കയറിയതാ. കുഴപ്പമില്ലാതെ എനിക്കിതൊക്കെ ശീലമുണ്ട്. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാൻ. കൊള്ളാലോ, അത് ഈ ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ ശരിയാടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അത്രയ്ക്കൊന്നും ഇല്ല, ഒരാവറേജ്. അത് തിന്നുന്ന കണ്ടാലും പറയും. അതെ ജിമ്മിച്ചാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടാ കാര്യം പറയേ. കണ്ണൻ സിംഗിൾ ആണോ? അവന് റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ? എടാ, അങ്ങനെ ചോദിച്ചാൽ എനിക്കിപ്പോൾ വലുതായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും റിലേഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ബട്ട് അവന് ഇഷ്ടമുള്ള ഒരു പെൺകൊച്ചുണ്ട്. അവൻ്റെ മുറപ്പെണ്ണാ. അവളെ അവൻ കെട്ടത്തോന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. അല്ലാണ്ട് എനിക്ക് റിലേഷനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പോൾ അവരുടെ മാരേജ് ഫിക്സ്ഡ് ആണോ? എടാ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവരുടെ മാരേജ് ഇവരുടെ പേരൻസ് ആണ് തീരുമാനിച്ചത്. അവൻ അവളോട് ഫീലിങ്സ് ഒന്നും ഇല്ല. പിന്നെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാ അവൻ ഇതിന് സമ്മതിച്ചത്. അപ്പോ എനിക്കൊരു ചാൻസ് ഉണ്ട്. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? സത്യം പറയടാ, എന്താ നിനക്കൊരു ഇളക്കം? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. നീ എന്നോടൊന്നും മറച്ചു വെക്കണ്ട. അത് ജിമ്മിച്ച, എനിക്ക് കണ്ണിനെ ഒരുപാട് ഇഷ്ടമാണ്. അതിപ്പോ ഒന്നും തുടങ്ങിയതല്ല. അന്ന് ജിമ്മിച്ച നാട്ടിൽ വന്നപ്പോ ഫോട്ടോ കാണിച്ചു തന്നില്ലേ? എനിക്ക് അപ്പൊ തൊട്ടേ അവനെ ഇഷ്ടപ്പെട്ടതാ. ശരിക്കും അവനെ കാണാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങ് വന്നേ. ഞാനിത് എന്തൊക്കെയാ ആദ്യം കേൾക്കുന്നേ. അവൻ ഗേ ആണോന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും നീ ഇങ്ങനെ ഉള്ളിലിട്ടുകൊണ്ട് നടക്കാതെ അവനോട് തുറന്നു പറയും. പിന്നീട് അവൻ നോ ആണ് പറയുന്നതെങ്കിൽ നിനക്കൊട്ട് താങ്ങാൻ പറ്റത്തില്ല. നീ എന്തായാലും ഉള്ളത് പറയും അവനോട്. ഞാനെല്ലാം തുറന്നു പറയാൻ പോവാ. ജിമ്മിച്ചൻ എൻ്റെ കൂടെ നിൽക്കണം. അതാലോചിച്ച് നീ വിഷമിക്കണ്ട. എൻ്റെ സപ്പോർട്ട് നിനക്ക് എപ്പോഴും കാണും. താങ്ക് യു ജിമ്മിച്ച. ഞാൻ എന്നാലും പോയിട്ട് വരാം. ദൈവമേ, കാവടി തുള്ളി അവന്റെ പോക്ക്. ഇനി എന്താവോ എന്തോ. ഇയാളിതെവിടെ പോയി? കാണാനില്ലല്ലോ. നിനക്ക് നോക്ക് ചെയ്തിട്ട് കയറി വരണമെന്ന് അറിയില്ലേ? തനിക്കെന്താ ഡോർ ലോക്ക് ചെയ്തിട്ട് കുളിക്കാൻ വെക്കൂടെ? നിന്നോട് വഴക്കുണ്ടാക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. നീ ഇപ്പൊ റൂമിൽ നിന്ന് പോയേ. എനിക്കിപ്പോ പോകാൻ പറ്റില്ല. ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പൊക്കോളാം. പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ നോക്കൂ. എനിക്കൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ വയ്യ. അതുകൊണ്ട് പറയുമോ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്ന് വെച്ച് താൻ എന്നെ തിരിച്ചിഷ്ടപ്പെടണമെന്ന് ഞാൻ വാശി പിടിക്കത്തില്ല.
ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. നീ എന്താ വിളിച്ചു പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? മാത്രമല്ല, എനിക്ക് ബോയ്സിനോട് ഫീലിങ്സ് ഇല്ല. എന്റെ മാരേജ് നേരത്തെ എന്നെ ഉറപ്പിച്ചതാ. ഞാൻ പറഞ്ഞല്ലോ, താൻ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. ബട്ട് താൻ എന്തെങ്കിലും മനസ്സിലാക്കും എന്റെ സ്നേഹം സത്യമായിരുന്നെന്ന്. നീ ഒന്ന് പോയി തരാമോ? എടാ എന്തായി? നീ അവനോടെല്ലാം പറഞ്ഞോ? ഇല്ല ജിമിച്ച, ഞാൻ പറഞ്ഞില്ല. പിന്നൊരു ദിവസം പറയാം. നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? അത് കണ്ണിലെന്തോ പോയതാ. ശരി. പിന്നെ നിനക്ക് പറയണമെന്ന് തോന്നുമ്പോ നീ അവനോട് പറയേ. ഇപ്പൊ നീ പോയി കിടക്ക്, ചെല്ല്. എടാ സൺഡേ ആയിട്ട് നീ രാവിലെ ഇതെങ്ങോട്ടാ? എനിക്കൊരാളെ കാണാനുണ്ട്. ഞാൻ എന്നാലും പോയിട്ട് വരാം. മനസ്സിലായി മോനെ. ആന്റി എന്നെ വിളിച്ചായിരുന്നു. അവളിന്ന് വരുന്നുണ്ടല്ലേ? ഒന്ന് പോയേടാ, ഞാൻ പോയിട്ട് വരാം. അവനൊരു നാണം നോക്ക്. ശരി, പോയിട്ട് വാ. എടാ അവൻ ആരെയാ കാണാൻ പോയത്? എടാ അവൻ അവന്റെ മുറപ്പെണ്ണില്ലേ, അവളെ കാണാൻ പോയതാ. ഇവരുടെ എൻഗേജ്മെന്റ് ഡേറ്റ് എന്ത് ഫിക്സ് ആക്കിയെന്ന ആന്റി പറഞ്ഞേ. അവൻ ഇതിന് താല്പര്യമില്ലെന്നല്ലേ അവൻ അന്ന് പറഞ്ഞത്? അറിയില്ലടാ, അവൻ സമ്മതിച്ചെന്നാ അവന്റെ അമ്മ പറഞ്ഞേ. നീ ഇതെങ്ങോട്ട് പോകുക? ഞാൻ റൂമിൽ പോവാ. എനിക്കൊന്ന് കിടക്കണം. എല്ലാം എന്റെ തെറ്റാ. ഞാൻ അവനെ മനസ്സിലാക്കാതെ അവനെ സ്നേഹിച്ച്. എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാനാവില്ല കണ്ണ. എനിക്ക് ഉറപ്പുണ്ട്, എന്നെങ്കിലും നീ എന്നെ മനസ്സിലാക്കും. എടാ നീ കരയുവാണോ? ഞാൻ ഓക്കെയാണ് ചിമ്മിച്ച. അവൻ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി എനിക്ക്. ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് കിട്ടാൻ വിധിയുള്ളത് എപ്പോഴായാലും നമുക്ക് കിട്ടും. കിട്ടാൻ വിധിയില്ലാത്തതിനെ നമ്മൾ എത്ര സ്നേഹിച്ചാലും നമുക്ക് കിട്ടില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കടാ. അതൊക്കെ വിട്. ചിമ്മിച്ച, ഞാൻ ഓക്കെയാണ്. എങ്കിലും എന്റെ ആദ്യം ഒന്ന് ചിരിച്ച്. ഡാ ജിമിനെ, ആദ്യയുടെ കൂടെ ഉള്ളതാരാ? അതവന്റെ ഫ്രണ്ടാടാ, മെൽവിൻ. എന്തിനാ എല്ലാവന്മാരെ വിളിച്ച് ഇങ്ങനെ വീട്ടിൽ കയറ്റുന്നേ? മെൽവിൻ ഒരു പാവമാണടാ. ആദ്യമായിട്ട് നല്ല കൂട്ടാണ്. ശരി, ഞാനെന്നാ റൂമിലേക്ക് പോവാ. അവൻ ആരോടെല്ലാം സംസാരിക്കുമ്പോൾ എനിക്ക് ഇത്ര ദേഷ്യം എന്താ? ഡു ഐ ലവ് ഹിം? നോ. ഞാൻ റിയയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. എനിക്ക് അവളെ ചതിക്കാൻ പറ്റില്ല. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അവനെ എങ്ങനെയെങ്കിലും വെറുപ്പിക്കണം. നോക്കിയാതെ കയറി വന്നതിന് സോറി. തന്നെ ജിമ്മിച്ച വിളിക്കുന്നുണ്ട്. ഞാൻ വന്നേക്കാമെന്ന് പറയും. എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇത് നീ എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നീ. എടാ നീ ടെൻഷൻ ആക്കാണ്ട് കാര്യം പറയേ. നിന്റെ റിയ ഇവളാണോ ഒന്ന് നോക്കിയേ. അതെടാ, ഇവള് തന്നെയാണ്. ബട്ട് ഇവളുടെ കൂടെ ഉള്ളതാരാ? എടാ, റിയ ഇവന്റെ ഫ്രണ്ടിന്റെ കസിനാണ്. ഇവനോട് അവളെപ്പറ്റി എല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടടാ. നീ ഇതൊന്നും കേട്ട് വിഷമിക്കാൻ നിൽക്കണ്ട. നമുക്ക് സത്യം എന്താന്ന് കണ്ടുപിടിക്കാം. ഇതൊക്കെ നിന്നോട് ആദ്യമാണോ പറഞ്ഞേ? എന്ത് ചീപ്പ് സ്വഭാവമാണ് ആദ്യം നിന്റെ. അവൾ എങ്ങനെയാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അവൻ പുതിയ ഒരു ഡ്രാമയായിട്ട് വന്നേക്കുക. ഇതൊന്നും കൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടില്ല. ഐ ഹേറ്റ് യു. നീ ഇനി എന്തൊക്കെ കാണിച്ചാലും ഞാൻ അവളെ കളഞ്ഞിട്ട് നിന്റെ അടുത്ത് വരില്ല. ജിമിനെ, നീയോ ഇതിന് കൂട്ട് നിൽക്കരുത്. എടാ ഞാൻ പറയുന്ന കേട്ടിട്ട് നീ പോയോ? ആദ്യം നീ ഇവനെ മൈൻഡ് ആക്കണ്ട. അവൻ അവളുടെ പണി കിട്ടുമ്പോ പഠിച്ചോളൂ. ജിമ്മിച്ചനായിട്ട് ഒന്നും പറഞ്ഞ് അവനെ വിഷമിപ്പിക്കണ്ട. അവനതെന്തെങ്കിലും മനസ്സിലാകും. അവനിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂ. നൈറ്റ് ആവട്ടെ. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വേറെ എങ്ങോട്ടേലും പോയാൽ മതിയായിരുന്നു. എന്റെ ബേബി കരയുവാണോ? താൻ എന്താ ഇവിടെ? താൻ കുടിച്ചിട്ടുണ്ടോ? റൂമിൽ നിന്ന് പോയേ വേഗം. എന്താ ബേബി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനിവിടെ നിൽക്കുമ്പോ നിനക്ക് ഫീൽ ആവുന്നുണ്ടോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നേ? നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അടുത്ത് വരുമ്പോ എന്തിനാ നീ ഇങ്ങനെ പുറകിലോട്ട് പോകുന്നേ? കണ്ണാ പ്ലീസ്, ഞാൻ നിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരില്ല. നീ ഇപ്പൊ ഈ റൂമിൽ നിന്ന് പോ. പറ്റില്ല. നിനക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ വിട്.
എനിക്കിതൊന്നും നാളെ ഓർമ്മ പോലും കാണില്ല കണ്ണ. നിന്നെ സ്നേഹിച്ചതിനുള്ളത് എനിക്ക് കിട്ടി. ലവ് യു ആൻഡ് ബൈ. ഞാനിനി ഇങ്ങോട്ടേക്ക് വരില്ല ഒരിക്കലും. നീ ഹാപ്പി ആയിട്ടിരിക്കും. നീ ഈ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് എങ്ങോട്ടാ? എനിക്ക് വയ്യ ജിമ്മിച്ച, ഞാൻ നാട്ടിലേക്ക് പോവാം. എന്നെ തടയല്ലേ പ്ലീസ്. നീ കാര്യം പറയടാ. കണ്ണ നിന്നെ വല്ലതും ചെയ്തോ? ജിമ്മിച്ച, കണ്ണൻ എന്നെ... അവൻ ഇങ്ങനെയുള്ളവനായിരുന്നോ? നിന്നോട് ഫീലിങ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട്? എന്നിട്ട് അവനിപ്പോ എവിടെ? അവൻ ബോധത്തോടെ അല്ല ജിമ്മിച്ച ഒന്നും ചെയ്തത്. അവൻ ഓർമ്മയില്ലാതെ റൂമിൽ കിടക്കുക. പിന്നെ ജിമ്മിച്ചൻ അവനോടൊന്നും ചോദിക്കുകയൊന്നും വേണ്ട. ഞാൻ ഓക്കെയാണ്. എടാ നീ ഇങ്ങനെ കരയല്ലേ. വീട്ടിലൊക്കെ പോയിട്ട് മൈൻഡൊക്കെ ഓക്കെ ആവട്ടെ. വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിക്കണേ. ഞാൻ വിളിക്കാൻ ജിമ്മിച്ച. ശരി, ഞാൻ പോകുക. ഡാ ജിമിനെ, നീ ഇന്ന് ഓഫീസിലോട്ടില്ലേ? ഇല്ല, നീ പോയിട്ട് വാ. ഹലോ റിയ, നീ റെഡി ആയോ? കെവിൻ, എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല. നമുക്ക് വേറൊരു ദിവസം പോവാം. എങ്കിലും ഓക്കെ. നീ റെസ്റ്റ് എടുക്കും. അവളുടെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലെന്നാണല്ലോ പറഞ്ഞത്. ഒന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ മമ്മി എന്നെ വഴക്ക് പറയും. ആരാ? മനസ്സിലായില്ല. താൻ റിയന്റെ ആരാ? ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടാണ്. ആരാ ജാക്സ വന്നത്? നീയോ? നിനക്ക് ഇയാളെ അറിയോ? എനിക്കോ? എനിക്കറിയില്ല. വാ, നമുക്ക് പോവാം. ഇത്രയും നാളപ്പോ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടി. ഇതൊക്കെയാണ് ഇവളുടെ താല്പര്യമെങ്കിൽ ഇവളെന്തിനാ എന്നെ ഇതിൻ്റെ ഇടയിൽ വലിച്ചിട്ടെ? എല്ലാം പോട്ടെ, ഇന്നത്തോടെ എല്ലാം തീരുമല്ലോ. അന്ന് ആദ്യം പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ഞാൻ അവനെ അന്ന് എന്തൊക്കെ പറഞ്ഞു. പാവം, അവന് നല്ല വിഷമമായി കാണും. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് അവനോടൊരു സോറി പറയാം. എടാ ജിമിനെ, ആദ്യം എവിടെ? അവനെവിടെയൊന്നും കാണാനില്ലല്ലോ. നീ എന്തിനാ ഇപ്പൊ അവനെ തിരക്കുന്നേ? ഇനിയും നിനക്ക് മതിയായില്ലേ ഒന്നും? വെള്ളം അടിച്ചാൽ അത് വയറ്റി കിടക്കണം, അല്ലാതെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ടല്ല കയറേണ്ടത്. എടാ നീ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? നമ്മൾ ഒരുമിച്ചല്ലേ കുടി നിർത്തിയത്. ഞാൻ ആരുടെ നെഞ്ചത്തോട്ട് കയറിയെന്നാ നീ പറയുന്നേ? ആദ്യം കഴിഞ്ഞ ദിവസം ഞാൻ വഴക്ക് പറഞ്ഞതിനാണോ നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ അവനെ വഴക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളല്ലേ? ഇന്നലെ എന്താ നടന്നതെന്ന് നിനക്കല്ല ബോധമുണ്ടോ? ആ പാവം നല്ല വിഷമിച്ചിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിന്റെ സൈഡിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കണ്ണാ. എന്തിനാടാ ഇവിടെ കിടന്ന് ഇങ്ങനെ തല്ലുകൂടുന്നേ? അല്ല, നിന്റെ കെട്ടൊക്കെ ഇറങ്ങിയോ കണ്ണാ? എടാ നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കുടിച്ചിട്ടില്ല. താണ്ട് ചെറുക്ക, നീ അനാവശ്യം പറയരുത്. ഇന്നലെ കുടിച്ച് ബോധമില്ലാതെ പാലസ് ഹോട്ടലിന്റെ ബാറിൽ നിന്നാ എനിക്ക് നിന്നെ കിട്ടിയേ. ഞാനാ ലാസ്റ്റ് നിന്നെ പൊക്കിക്കൊണ്ട് വീട്ടിലാക്കി. ചോദിച്ചപ്പോ നീ റിയയെ കാണാൻ വന്നതെന്നാ പറഞ്ഞത്. എടാ സത്യമായിട്ട് ഞാൻ ഇന്നലെ കുടിച്ചിട്ടില്ല. അവളാണ് എല്ലാത്തിനും കാരണം. അവൾ എന്നെ ചതിക്കുമായിരുന്നടാ ഇത്രയും നാളും. ഇതെല്ലാം അവളുടെ പ്ലാനിങ് ആയിരുന്നു. കാര്യം അറിയാതെ ഞാൻ ആദ്യം ഒരുപാട് വഴക്ക് പറഞ്ഞു. എനിക്ക് അവനോട് സോറി ചോദിക്കണം. അതിന് നടക്കില്ല. അവൻ നാട്ടിലേക്ക് പോയി. അവനെന്തോ ഒന്നും പറയാതെ പെട്ടെന്ന് പോയത്. അതിന് കാരണം ഇവൻ തന്നെയാണ്. ഇവനോടൊന്ന് ആലോചിച്ച് നോക്കാൻ പറ, ഇന്നലെ അവനോട് എന്തൊക്കെയാ ചെയ്തതെന്ന്. എനിക്കൊന്നും ഓർമ്മയില്ല യോങ്കി. എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഒന്ന് ടൈം എടുത്ത് ആലോചിച്ച് നോക്ക്. ഡാ ജിമിനെ പ്ലീസ്, ദയവ് ചെയ്ത് നീ എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ടേക്ക്? അതൊക്കെ ഞാൻ പറയാം, നീ ഇപ്പോ വാ. നീ ഒന്ന് അവിടെ നിന്നേ. നീ എന്തിനാടാ എന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? നീ ഇന്നലെ എന്നെ എന്താ കുടിപ്പിച്ചത്? നിന്റെ പണവും സ്വത്തും മോഹിച്ച് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. ബട്ട് നിനക്ക് എന്നോട് ഒരു ഫീലിങ്സ് ഇല്ല. ആ ഫീലിങ്സ് വരാനുള്ള ഡ്രിങ്കാ ഞാൻ നിനക്ക് തന്നേ. ബട്ട് അപ്പോഴേക്കും നിന്റെ ഫ്രണ്ട് വന്ന് നിന്നെ കൊണ്ടുപോയി. എടി നിന്നെ ഇന്ന് ഞാൻ... കണ്ണാ വേണ്ട, അവളെ വിട്ടേക്ക്. നീ കേട്ടില്ലേ ജിമിനെ അവള് പറഞ്ഞത്? എടാ ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക്. നിന്റെ ഫീലിങ്സിന് വേണ്ടി നീ ജീവിക്കുക. അപ്പൊ എല്ലാം ഓക്കെ ആവും. ജിമിനെ, ബട്ട് ഞാൻ ആദ്യയോട് ചെയ്തത് വലിയ ക്രൂരതയാണ്. അവനോട് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ചെയ്തത്. അത് വിട്ടേക്ക് നീ. അവനിപ്പോ ഓക്കെയാണ്. നീയും ഓക്കെ ആയിട്ടിരിക്കുക. ഡോ കണ്ണ, ലവ് യു.
അവനെ കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്. അവൻ എൻ്റെ അടുത്തുണ്ടായിരുന്നപ്പോൾ എനിക്ക് അവനോട് ഫീലിങ്സ് വരാതിരിക്കാൻ ഞാൻ റിയയെ ഉപയോഗിക്കുമായിരുന്നു. ബട്ട് എനിക്കിനി ഒന്നും മറച്ചു വെക്കാൻ വയ്യ. എനിക്കവനെ വേണം. എടാ ജിമിനെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടാ കാര്യം? എടാ, അത് ആദിക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ? നിനക്കത് നേരത്തെ അറിയാമായിരുന്നോ? എടാ, അവനെ എനിക്ക് നല്ലപോലെ അറിയാം. അവൻ ഇതൊന്നും കുട്ടിക്കളിയായിട്ട് എടുത്തതല്ല. അവന് നിന്നെ ശരിക്കും ഇഷ്ടമാണ്. അവൻ എന്നോട് അത് ആദ്യം പറഞ്ഞത്. അതിപ്പോ തുടങ്ങിയതൊന്നും അല്ല. ഞാൻ 2 വർഷം മുമ്പ് നാട്ടിൽ പോയപ്പോഴാ അവൻ ആദ്യമായിട്ട് നിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവൻ എന്നോട് പറഞ്ഞത് അവൻ അന്ന് തൊട്ടേ നിന്നെ ഇഷ്ടപ്പെട്ടെന്നാ. പിന്നെ അവൻ ഇവിടെ വന്നത് തന്നെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാ. പിന്നെ ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അവൻ നല്ല ഹേർട്ടായിട്ടാ ഇവിടുന്ന് പോയത്. അവൻ എപ്പോഴും ഇങ്ങോട്ട് വരില്ലേ? വരില്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്തിനാ വെറുതെ ഇവിടെ വന്നിട്ട്? അല്ല, അവനിപ്പോ വന്നാലും വന്നില്ലല്ലോ നിനക്കെന്താ? എടാ, വീട്ടുകാർക്കും റിയയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം മാറ്റിവെച്ചത്. എടാ, എനിക്കവനെ ശരിക്കും ഇഷ്ടമാണ്. എനിക്കറിയാം ഞാൻ നല്ല ലേറ്റാണ്, എന്നാലും എനിക്കവനെ വേണോടാ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം കണ്ണാ. പിന്നീട് നീ ഇത് ആലോചിച്ച് വിഷമിക്കരുത്. എടാ, ഞാൻ ശരിക്കും പറഞ്ഞതാ. അവന്റെ കാര്യത്തിൽ ഞാൻ 100% ഷുവറാണ്. എനിക്കവനെ വേണം. അവനോടുള്ള ഫീലിങ്സ് ഞാൻ മനസ്സിലാക്കിയടാ. അവനിതറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. എടാ, അവനെ ഇനിയും നീ വേദനിപ്പിക്കല്ലേ. ഇല്ലടാ, എനിക്കതിന് കഴിയില്ല. നമുക്ക് നാളെ തന്നെ അവന്റെ നാട്ടിലോട്ട് പോയാലോ? എനിക്കവനെ കാണണം. നീ ഇപ്പൊ പോയി കിടന്നുറങ്ങും. ഞാനെല്ലാം പോയി യോങ്കിച്ചനോട് പറയട്ടെ. നമുക്ക് നാളെ തന്നെ പോവാം. ഞാൻ വരുമോ ആദ്യം നിന്റെ അടുത്തേക്ക്? അല്ല, ഇതാരാ? ജിമിൻ മോനോ? ആന്റി വീട്ടിലോട്ട് വന്നപ്പോ ഇങ്ങോട്ട് വന്നതാ. ഇതെന്റെ ഫ്രണ്ട് കണ്ണൻ. മോനെ, വാ അകത്തോട്ടിരിക്കാം. ജിമിനെ, എന്താടാ കണ്ണോ? നീ ഇതൊന്ന് നോക്കിക്കേ. എന്റെ ആദിക്ക് എന്താ പറ്റിയേ? ഇതൊക്കെ എന്താ ആന്റി? ആദിക്ക് എന്താ പറ്റിയേ? മോനൊന്നും അറിഞ്ഞില്ലേ? അവൻ നമ്മളെ വിട്ടൊക്കെ പോയി. അവസാനമായിട്ട് അവന്റെ അമ്മാവനുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് അവൻ ഇറങ്ങി. അവനൊരു ആൺകുട്ടിയെ ഇഷ്ടം. അതിന്റെ പേരിലെ വഴക്കായത്. പക്ഷെ പിന്നെ ഞാൻ അറിയുന്നത് അവൻ ജീവനോടെ ഇല്ലെന്ന്. അവനൊരു ആക്സിഡന്റ് പറ്റി. അതിലവൻ മരിച്ചുപോയി. ഇല്ല ജിമിനെ, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ ആദിക്കൊന്നും പറ്റിയിട്ടില്ല. കണ്ണാടി എന്ന പോലെന്നെ കണ്ടതും നിന്റെ കണ്ണിലല്ലേ, ഞാൻ തനിയെ നിന്നതും കൂടെ വന്നു നീ ജീവനേകിയില്ലേ. കൂരിരുളിൻ പടവിൽ മുന്നിൽ മിന്നിത്തെളിയാൻ പൊന്നിൻ താരത്തിരിയായി നീ വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ. നിന്നെ പറ്റി ഓർമ്മിക്കാൻ ഓർമ്മകൾ പോലും തരാതെ നീ എന്നെ വിട്ടു പോയില്ലേ ആദി? ഞാൻ ജീവിക്കുന്നെങ്കിൽ നിന്റെ കൂടെ മാത്രമേ ജീവിക്കൂ. കണ്ണാ, എത്ര നാളെന്ന് വെച്ചാ നീ ഈ റൂമിൽ ഒതുങ്ങിക്കൂടുന്നേ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങടാ. വേണ്ടടാ, ഞാനില്ല. നീ ഇങ്ങനെ എത്ര നാൾ ഓൺസൈഡായിട്ട് അവനെ സ്നേഹിച്ച് നിന്നെ തന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. എടാ, നിന്നെ സ്നേഹിക്കാൻ അവൻ ഇവിടെ ഇല്ല. നീ അത് മനസ്സിലാക്ക്. Who said one-sided love is worst? That shows how they mean to us. ഇങ്ങനെ പോയ കണ്ണന്റെ അവസ്ഥ നല്ല മോശമാണ്. നിനക്കറിയാലോ യോങ്കി, അവനെ എത്ര വട്ടം ഞാൻ സൂയിസൈഡ് അറ്റൻഡ് ചെയ്ത് രക്ഷിച്ചെന്നോ. ഇങ്ങനെ പോയ ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് നാളെ തൊട്ട് ജോലിക്ക് വിടാൻ നോക്കും. അപ്പൊ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും. കണ്ണ, ഓഫീസിൽ വിളിച്ച് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് തൊട്ട് നീ ജോലിക്ക് പോണം. ഇങ്ങോട്ടൊന്നും പറയണ്ട. പറയുന്ന പോലെ നീ കേട്ടാ മതി. ഞാൻ പോവാം. ഞാൻ പോയിട്ട് വരാം ജിമിനെ. ഹേയ് ബ്രോയോ, എവിടെയാണ് വർക്ക് ചെയ്യുന്നേ? നീ എങ്ങനെ ഇവിടെ?
ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 1 വീക്ക് ആവേ ഉള്ളൂ. ഓ, ഞാൻ ലീവായിരുന്നു. അതാ നീ എന്നെ കാണാത്തെ. ആ, പിന്നെ ആദ്യം നിങ്ങളും ഇപ്പൊ ഒരുമിച്ചല്ലേ? ഞാൻ ഇടയ്ക്ക് അവനെ കണ്ടായിരുന്നു. അവനിപ്പോ വേറെ സ്ഥലത്തല്ലേ താമസിക്കുന്നത്? നീ അവനെ കണ്ടെന്നോ? ഇവിടെ വെച്ച്? ആ, അതെ, അവൻ ആംസ്റ്റർഡാമിലാണ് താമസം. അവിടെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുക. നീ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്? അതെ, ഞാൻ അവനെ 2 മാസം മുമ്പാ കണ്ടത്. താങ്ക് യു മെൽവിൻ. എടാ, എന്താ നീ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞേ? നമ്മുടെ ആദ്യം മരിച്ചിട്ടില്ലടാ, അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. നീ ഇതെന്തൊക്കെയാ കണ്ണായി പറയുന്നേ? ആദിയുടെ ഫ്രണ്ട് മെൽവിൻ ഇല്ലേ, അവൻ ആദ്യയെ കണ്ടു. അവനാ ഇന്ന് എന്നോടെല്ലാം പറഞ്ഞ്. നമുക്കിപ്പോ തന്നെ പോവാം ജിമിന്. ആടാ, നമുക്കിപ്പോ തന്നെ പോവാം. ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്? ജിമിച്ച, നീ ചത്തില്ലേ? ഉയർത്തെഴുന്നേൽക്കാൻ നീ ആരാ, യേശു ക്രിസ്തുവോ? ഞാനൊന്നും മനഃപൂർവ്വം അല്ല ജിമിച്ച. കണ്ണന്റെ കാര്യം വീട്ടിലറിഞ്ഞു. അവരെന്നെ കൊല്ലാൻ നടക്കുക. അവരെന്നെ തേടിപ്പിടിച്ച് കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ മരിച്ചെന്ന് വീട്ടിൽ അറിയിച്ചത്. നിനക്ക് എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? അതിന് ഞാൻ നിന്റെ ആരും അല്ലല്ലോ. എന്നോട് ക്ഷമിക്ക് ജിമിച്ച, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല. നിനക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് ഈ കഴിഞ്ഞ 5 വർഷവും നിന്നെ ഓർത്ത് വേദനിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട്, നിന്റെ കണ്ണൻ. ജിമ്മിച്ച, നീ പറയുന്നതൊക്കെ സത്യമാണ്. അവൻ അവിടെ ഇരിപ്പുണ്ട്, നീ അങ്ങോട്ട് ചെല്ല. കണ്ണ, എത്ര കൊതിച്ചെന്നറിയോ ഞാൻ ഈ ഒരു വിളി കേൾക്കാൻ. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എന്നോട് നീ ക്ഷമിക്ക്. ഒന്നും ബോധത്തോടെയല്ല. നിന്നോടുള്ള ഫീലിങ്സ് ഞാൻ മനസ്സിലാക്കാൻ നല്ല ലേറ്റ് ആയിപ്പോയി ആദി. ലേറ്റ്, ബട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ആദി, വിൽ യു ബി മൈൻ ഫോർ എവർ? യെസ്, ഐ വാണ്ട് ടു ബി യോഴ്സ് ഫോർ എവർ. ഐ ക്യാൻ സീ ദ ഹോൾ വേൾഡ് ഇൻ യുവർ ഐസ്. ആദി, can I kiss you? ഇവിടെ ഇത് എന്തൊക്കെയാ നടക്കുന്നേ? ദാ മതിയുടെ കണ്ണ, അവനെ വെറുതെ വിട്. ഇനി അവനെ ഞാൻ വെറുതെ വിടുകയില്ല. മരണത്തിന് പോലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. യു ആർ മൈൻ.